ഇലക്ഷന് മുമ്പും ശേഷവും ജനപ്രതിനിധികൾ കാന്തപുരം ഉസ്താദിനെ സന്ദർശിക്കുമ്പോൾ അതിൽ വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെടുന്നവരുണ്ട്. ഫേക്ക് ഐഡികളിൽ മറ്റും വന്ന് കമന്റ് ബോക്സിൽ തെറി അഭിഷേകം നടത്തുന്നവരുണ്ട്. എന്താണ് കാരണം? മനസ്സിലാക്കുന്നത് നിരന്തരമായ ഇസ്ലാം വിമർശനത്തിന്റെ വായനക്കാരോ കാഴ്ചക്കാരോ ആണ് ഈ വിമർശകർ എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു MLA ആയി ജനസേവനത്തിന് ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരാൾക്കും കാന്തപുരം ഉസ്താദിൽ നിന്ന് പഠിക്കാൻ ഏറെയില്ലേ? കേരളത്തിനകത്തും പുറത്തും വിവിധ ഭൂഖണ്ഡങ്ങളിലും രാഷ്ട്രങ്ങളിലും സ്വന്തമായും ശിഷ്യന്മാരിലൂടെയും നിരന്തരം മനുഷ്യർക്ക് വേണ്ടി വിദ്യാഭ്യാസം, ഭക്ഷണം, കുടിവെള്ളം, വിവാഹം തുടങ്ങി വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്ന കാന്തപുരം ഉസ്താദിനെ ഒരു ജനപ്രതിനിധി സന്ദർശിക്കുമ്പോൾ വിമർശിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ജനസേവനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി 1 നൂറ്റാണ്ടോളം സാമൂഹ്യ സേവനത്തിൽ വ്യാപൃതനായ ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ അതൊരു സുന്ദര നിമിഷമാണ്. പക്ഷേ വെറുപ്പ് കൊണ്ട് പുഴുവലിച്ച വിമർശകരുടെ തിരക്കഥകളിൽ വീണുപോയാൽ കണ്ണ് മഞ്ഞളിക്കും, നന്മകൾ കാണാതെയാകും. വെറുപ്പിൻ്റെ തലയിൽ നിന്ന് വിമർശനങ്ങൾ മാത്രം ഒച്ചവെക്കും. Be careful.